ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തക്കാളി വെണ്ടയ്ക്കക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി 2 തക്കാളിയും 6-7 വെണ്ടയ്ക്കയും 1 സവാളയും 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ ചിരകിയത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 നുള്ളു കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കറിവേപ്പിലയും 2 വറ്റൽമുളകും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി വഴന്നു വരുമ്പോൾ കഷ്ണങ്ങളാക്കിയ തക്കാളിയും വെണ്ടയ്ക്കയും ചട്ടിയിലേക്ക് ഇട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് അടിയിൽ പിടിക്കാതിരിക്കാനായി അടപ്പ് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നന്നായി വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തത് കൂടെ ഇട്ട് കൊടുക്കാം. അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഇളക്കി വെള്ളം ഒന്ന് കുറുകി വരുന്നതിനായി അടച്ചു വെച്ച് വേവിക്കാം. കറിക്ക് എത്രമാത്രം ചാറ് ആവശ്യമാണ് എന്നത് അനുസരിച്ച് ചാറ് കുറുക്കിയെടുത്ത് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് ചട്ടി വാങ്ങി വയ്ക്കാം. തക്കാളി വെണ്ടയ്ക്കക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ.